എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അവർ മനസ്സിലാക്കുന്നു അവരുടെ തെറ്റുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. കൃത്യമായ റീഡിങ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒന്നാമത്തെ പച്ചയും മഞ്ഞയും നിറത്തിലുള്ള തത്തമ്മയെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ പോയതിൻ്റെ വേദന നിങ്ങളിലുണ്ട്. ആ വ്യക്തി അല്പമൊന്ന് നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അത്രത്തോളം നേടാൻ ആഗ്രഹിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും അത് ലഭിച്ചില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ ആ സ്നേഹത്തെക്കുറിച്ച് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാനോ ഒന്നും ആ വ്യക്തിക്ക് സാധിച്ചില്ല. ആ വ്യക്തി വിശ്വസിച്ചത് മറ്റ് ചിലരെയാണ്, അവരുടെ വാക്കുകളാണ്. നിങ്ങളിൽ ഒരു അല്പം പോലും നന്മയില്ലെന്നും നിങ്ങൾ അത്ര നല്ല വ്യക്തിയല്ലെന്നും ഒക്കെയാണ് അവർ കരുതിയത്. അവരുടെ ആ കരുതൽ മൂലം നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായി മാനസികമായിട്ട്. ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് ലഭിക്കാനിടയില്ലാത്ത രീതിയിൽ ആ വാതിലുകൾ അടയപ്പെട്ടു. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വലിയ ദുഃഖമാണ്. എന്തുകൊണ്ട് എന്നെ അവഗണിച്ചു? ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും, ഞാൻ ഇത്രമാത്രം ശ്രദ്ധ നൽകി ജീവിതത്തിൽ അവർക്ക് സാധ്യത നൽകിയിട്ടും എന്തുകൊണ്ട് എന്നെ അവർ സ്നേഹിച്ചില്ല? എന്തുകൊണ്ട് അവരെന്നെ അവഗണിച്ചു? അതിനെയോർത്തുള്ള ദുഃഖം നിങ്ങളുടെ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. കൃത്യമായി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിക്കാനും ആ വ്യക്തിയും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് മാറ്റിയതാരാണ്? നിങ്ങളോട് ദേഷ്യമുള്ള ചിലർ ആ വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. നിങ്ങൾ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു പരത്തി നിങ്ങളെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ അവർ ശ്രമിച്ചു. നിങ്ങൾക്ക് ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. ആ വ്യക്തിക്കും ആ ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്ന ഒരു വ്യക്തിയെ അല്ലായിരുന്നു. ആ വ്യക്തിക്ക് തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ സ്നേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ദൃഢമായിപ്പോയി. ആ വ്യക്തി ഉറപ്പിച്ചു നിങ്ങളെ ഇനി സ്നേഹിക്കില്ല. കാരണം ആ വ്യക്തിക്ക് ചില സാഹചര്യങ്ങളിൽ വിശ്വസിക്കേണ്ടി വന്നു. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചില തെറ്റുകളും ഉണ്ടാകാം. ആ വ്യക്തി നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചില തെറ്റുകളും ആ വ്യക്തിയെ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ ആയപ്പോൾ ആ വ്യക്തി വല്ലാതെ തകരാൻ തുടങ്ങി. വല്ലാതെ ആ വ്യക്തിക്ക് നഷ്ടമുണ്ടാകാൻ തുടങ്ങി. ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ആ വ്യക്തിയുടെ മനസ്സിലും വിഷമമുണ്ടായി. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ വെറുക്കേണ്ടി വന്നു. വേദനയോടെയാണ് ആ വ്യക്തി നിങ്ങളെ വെറുത്തത്, ചിലരുടെ സമ്മർദ്ദം മൂലം. പിന്നെ സാഹചര്യങ്ങൾ ആയിട്ടുള്ള തെളിവുകൾ നിങ്ങൾക്കെതിരും നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചവർക്ക് അനുകൂലമായി വന്നു. അങ്ങനെ ഒരു അകൽച്ച അവിടെ രൂപാന്തരപ്പെട്ടു. ആ വ്യക്തി ഉറപ്പിച്ചു ഇനി നിങ്ങളിലേക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളോട് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ഇനി നിങ്ങളിലേക്ക് ഞാനില്ല. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല. നിങ്ങൾക്കത് കേട്ടപ്പോൾ നിങ്ങളുടെ നെഞ്ചകം തകർന്നു പോയി. നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി എന്നെ വെറുക്കുന്ന ഘട്ടത്തിലെത്തിയല്ലോ എന്നുള്ള ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടായി. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത ഒരുപാട് വാതിൽ അടഞ്ഞുപോയി. അപ്പോൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചവർ നിങ്ങളെ കളിയാക്കി. കഴിഞ്ഞല്ലോ, തീർന്നല്ലോ, ഇനി നിങ്ങളുടെ കളികളൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു വേദനയുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിച്ചു, ഞാനൊരു തെറ്റും അക്കാര്യത്തിൽ ചെയ്തിട്ടില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടതും തെറ്റിദ്ധരിപ്പിച്ചവരും വിജയിച്ചു, ഞാൻ പരാജയപ്പെട്ടല്ലോ എന്നുള്ള ചിന്ത നിങ്ങളിൽ വന്നു. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ആ വ്യക്തിയുടെ മനസ്സ് മാറുകയാണ്. ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിജയിക്കാത്ത രീതിയിൽ ആ വ്യക്തിയുടെ മനസ്സ് മാറുന്നു. നിങ്ങൾക്കതിൻ്റെ തെളിവുകളോടുകൂടി അറിയാൻ കഴിയും. ഇനിയുള്ള നിമിഷങ്ങളിൽ ആ വ്യക്തിയിലെ മാറ്റം നിങ്ങൾക്ക് കാണാം. അടുത്തതായിട്ട് ചാരനിറത്തിലുള്ള പ്രാവ് പൈലായി സ്വീകരിച്ച റീഡിങ്ങിലാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ആ വ്യക്തി മനസ്സാൽ അംഗീകരിച്ചെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം ഒരുപക്ഷെ മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ചില കുറവുകളുണ്ടായിരുന്നു ആ വ്യക്തിയുടെ കണ്ണിൽ. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു,
നിങ്ങൾ ആ വ്യക്തിയോട് അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിലേക്ക് എത്തി. പക്ഷേ നിങ്ങളിൽ ചില കുറവുകൾ ആ വ്യക്തി കണ്ടു. നിങ്ങളുടെ സൗന്ദര്യക്കുറവാകാം, വിദ്യാഭ്യാസക്കുറവാകാം, കുടുംബപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, എന്തെങ്കിലും ആകാം. അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളെക്കാൾ യോഗ്യതയുള്ള ഒരു വ്യക്തിയെ ആ വ്യക്തി കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെക്കാൾ എന്തുകൊണ്ടും ആ വ്യക്തിക്ക് ചേർന്നത് എന്ന് വിശ്വസിച്ച ഒരു വ്യക്തി. അങ്ങനെ ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചു. സത്യം പറഞ്ഞാൽ അതാണ് ഉണ്ടായത്. ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചു. യഥാർത്ഥത്തിൽ ആ വ്യക്തി ആരെയാണോ നിങ്ങൾക്ക് പകരമായി സ്വീകരിക്കാൻ ശ്രമിച്ചത് അവരെക്കാൾ യോഗ്യത നിങ്ങൾക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരെക്കാൾ മഹത്വം നിങ്ങൾക്കുണ്ടായിരുന്നു, അവരെക്കാൾ നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം ആ വ്യക്തി ശരിയെന്നുള്ള രീതിയിൽ വിശ്വസിച്ചത് മറ്റുള്ള ആളുകളെയായിരുന്നു. നിങ്ങളുടെ പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ടു. കാരണം എന്നെ സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല, എന്നെ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല, ആ വ്യക്തി അതിന് ശ്രമിക്കുന്നില്ല. ഞാൻ തൽക്കാലം പരാജയപ്പെട്ടിരിക്കുന്നു, ഞാൻ തൽക്കാലം പിന്നോക്കത്തേക്ക് വന്നിരിക്കുന്നു, ഇനി എനിക്ക് രക്ഷയില്ല, കാരണം ആ വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾ മനസ്സിൽ വേദനയുണ്ടായി, വിഷമമുണ്ടായി, നിങ്ങൾ പതുക്കെ തൽക്കാലം പിന്നോട്ട് നീങ്ങി. അപ്പോഴാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ശക്തി അത് മനസ്സിലാക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അത് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വേദനയുടെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ തേങ്ങൽ ആ ശക്തി അറിയുന്നു. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് മടുത്തു. അവസാനം നിങ്ങൾ പ്രാർത്ഥിക്കാതെയായി, ഒരു തേങ്ങൽ മാത്രമായി. പക്ഷെ നിങ്ങളുടെ ശക്തി അത് മനസ്സിലാക്കുന്നു. നിങ്ങളിലേക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു, നിങ്ങളിലേക്ക് ശക്തിയുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വെച്ചടി ഏതോ രീതിയിൽ ആ വ്യക്തിയെ ആകർഷിക്കുമാറുള്ള ചില ശക്തികളും ചില മുന്നേറ്റങ്ങളും ഈശ്വരൻ നൽകുന്നു. നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും, ഞാൻ ഇത്രയൊക്കെ ആയിരുന്നോ. നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാവുന്നു. നിങ്ങളുടെ സൗന്ദര്യത്തിൽ ആ വ്യക്തി പുതുതായി ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, നിങ്ങളുടെ ജോലിയോ, നിങ്ങളുടെ സമൂഹത്തിലുള്ള സ്ഥാനമോ അതനുസരിച്ചുള്ളൊരു മുന്നേറ്റത്തിലേക്കുണ്ടാകുന്നു. അങ്ങനെ നിങ്ങൾ ആദ്യമായി മുന്നിലേക്ക് വരുന്നു. ആ വ്യക്തിയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ, ആ വ്യക്തിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവുന്നു. ആ വ്യക്തി ആരെയാണോ നിങ്ങൾക്ക് പകരമായി ഉൾക്കൊള്ളാൻ ശ്രമിച്ചത്, ആ വ്യക്തി ആരെയാണോ നിങ്ങൾക്ക് പകരമായി കണ്ടത്, അവർ തകരുകയും നിങ്ങൾ വളരുകയും ചെയ്യുന്നു. ഇത് പോസിറ്റീവ് എനർജിയുടെ ശക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനുള്ള തെളിവുകളുണ്ടാകുന്നു. ആ വ്യക്തിക്ക് കുറ്റബോധത്താൽ തല താഴ്ത്തുന്നു. ഞാൻ അവഗണിച്ച വ്യക്തി ശക്തമായി മുന്നോട്ട് വരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആത്മാർത്ഥതയും സ്നേഹവും കഴിവും പ്രാപ്തിയും ആകർഷണീയതയും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കണ്ണിലുണ്ടാകുന്നു. ആ വ്യക്തിയുടെ കണ്ണുകളിൽ നിങ്ങളൊരു വലിയ ശക്തിയായി മാറുന്നു, വലിയ സാന്നിധ്യമായി മാറുന്നു. ലഭിക്കാതെ പോയതിൽ ഒരു കുറ്റബോധം ആ വ്യക്തിക്ക് ആദ്യമായിട്ടുണ്ടാകുന്നു. അങ്ങനെ പോസിറ്റീവായൊരു പ്രയാണത്തിലേക്ക് നിങ്ങളെത്തുന്നു. നിങ്ങളുടെ മനസ്സ് കുളിർക്കാൻ വേണ്ടി നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകിയതാണ്. ആ വ്യക്തി നിങ്ങളോട് വന്നു പറയും താമസിയാതെ, നിങ്ങളിലേക്ക് എത്തും തീർച്ച. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.